നമസ്കാരം. പാലക്കാട് പബ്ലിക് ലൈബ്രറിയുടെ പുസ്തക പരിചയ പരിപാടിയിലേക്ക് വീണ്ടും ഒരു പുസ്തകവുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് വലിയ ദുരിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദുരന്തകാലത്ത് നേരിടുന്നതിന് ഇല്ലാത്ത രീതിയിലുള്ള ഐക്യവും സൗഹൃദവും ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള ജാതിയുടെയോ മതത്തിന്റെയോ സമ്പത്തിന്റെയോ ഒന്നും ഭേദങ്ങളില്ലാതെ എല്ലാവരും മനുഷ്യരൊന്നാണ് എന്ന രീതിയിൽ യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരം നമ്മൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഒരു വേളയിൽ പരിചയപ്പെടുത്തേണ്ട വളരെ ഉചിതമായ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കുറച്ചു കാലം മുൻപ്, ഒരു 2 വർഷം മുൻപ് ഇറങ്ങിയ പുസ്തകമാണ്. വലിയ ചർച്ചയൊക്കെ ആ പുസ്തകത്തെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. പലരും അത് ശ്രദ്ധിച്ചു കാണും. ദി ഏർലി ഇന്ത്യൻസ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ടോണി ജോസഫ്, മലയാളിയാണ്. ബിസിനസ് വേൾഡിന്റെ എഡിറ്ററായിരുന്ന ടോണി ജോസഫിന്റെ വർഷങ്ങൾ എടുത്തുള്ള ഗവേഷണ പഠനങ്ങളുടെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഏർലി ഇന്ത്യൻസ് എന്ന് പറയുന്ന പ്രസിദ്ധി നേടിയ ഈ പുസ്തകം. ഇന്ത്യയിലെ അതുപോലെ വിദേശത്തെ വളരെ പ്രഗത്ഭരായ ചരിത്രകാരന്മാരും ആന്ത്രപ്പോളജിസ്റ്റുകളുമൊക്കെ ഈ പുസ്തകത്തെ വലിയ തോതിലാണ് അഭിനന്ദിച്ചിട്ടുള്ളത്. വളരെ സങ്കീർണം എന്ന് നമുക്ക് തോന്നാവുന്ന, അറിയാവുന്ന ഈ ശാസ്ത്ര വിഷയങ്ങൾ, പ്രത്യേകിച്ച് നരവംശാസ്ത്രവും അതുപോലെ ആർക്കിയോളജിയും ലിംഗ്വിസ്റ്റിക്സും ഒക്കെ വളരെ സാങ്കേതികമായ അറിവ് ആവശ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ജനിതക ശാസ്ത്ര പഠനങ്ങൾ, ജെനറ്റിക്സ്, ആ രംഗത്തുണ്ടായിട്ടുള്ള വലിയ പഠനങ്ങൾ കൂടെ ചേർത്തുകൊണ്ട് ആദിമ ഇന്ത്യക്കാരെ കുറിച്ചുള്ള ഒരു പഠനമാണ് ടോണി ജോസഫ് ഈ കൃതിയിൽ നടത്തുന്നത്. ഇതിന്റെ കവറിൽ തന്നെ നിങ്ങൾ കാണാം, വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഇതിന്റെ കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആരായിരുന്നു ഹാരപ്പൻസ്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ അടിത്തറ എന്തായിരുന്നു? ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണോ? ആര്യന്മാർ കുടിയേറ്റക്കാരാണോ? 3-ാമത്തേത്, ജാതി സമ്പ്രദായം എന്നാണ് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നത്? ഈ 3 ചോദ്യങ്ങൾ ഈ പുസ്തകത്തിന്റെ കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സാമാന്യന് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്കറിയാം, ഇന്ത്യൻ ചരിത്രത്തിൽ എക്കാലത്തെയും വിവാദമായിരുന്നിട്ടുള്ളതായ 3 വിഷയങ്ങളാണ് ഇതിന്റെ കാതലായിട്ടുള്ള, ഈ ഗ്രന്ഥം പരാമർശിക്കുന്ന ഏറ്റവും കാതലായിട്ടുള്ള വിഷയങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇതിന്റെ കവറിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച്, സൈന്ധവ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം, അതിന്റെ രഹസ്യങ്ങളിലേക്കുള്ള സഞ്ചാരം, അതിൽ ആര്യന്മാർ എല്ലാ കാലത്തും ഇപ്പോഴും ചരിത്രത്തിൽ ആര്യൻ ജനതയുടെ കുടിയേറ്റം, അത് കുടിയേറ്റമാണോ അധിനിവേശമാണോ, ആ ചർച്ച പല ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ തന്റേതായ അറിവിനെ ആസ്പദമാക്കി മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ ജാതി സമ്പ്രദായം, ജാതിയൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ, നമുക്കിടയിൽ
വളരെ സജീവമായി നിൽക്കുന്ന ഈ ജാതി എന്ന് പറയുന്ന വിപത്ത് ഒട്ടേറെ പ്രബന്ധങ്ങൾ ഇന്ത്യയിലെയും വിദേശത്തെയും ഗവേഷകർ, പ്രത്യേകിച്ച് ആന്ത്രോപോളജിസ്റ്റുകളായാലും സോഷ്യോളജിസ്റ്റുകളായാലും ചരിത്രകാരന്മാരായാലും ഒട്ടേറെ പേർ ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ത്യയിലെ ജാതി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ജാതി സമ്പ്രദായത്തിന്റെ തുടക്കം എവിടെയാണ്? അങ്ങനെ മർമ്മപ്രധാനമായ 3 വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടതായ പ്രത്യേകത എന്ന് പറയുന്നത്. തന്റെ ചർച്ചയ്ക്ക് ഇതൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ രാം ശരൺ ശർമ്മയെ പോലെ, അല്ലെങ്കിൽ റൊമില താപ്പറെ പോലെ, ഇർഫാൻ ഹബീബിനെ പോലെ, ഡോക്ടർ കെ എൻ പണിക്കരെ പോലെയൊക്കെയുള്ള ഇന്ത്യയിലെ ചരിത്രകാരന്മാർ പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ളതായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഡി കോസാംബി ആയാലും കെ ദാമോദരനായാലും ഒക്കെ പ്രാചീന ഇന്ത്യയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ അന്ന് ഭാഷാശാസ്ത്രപരമായും അതല്ലെങ്കിൽ പുരാവസ്തു പഠനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ ഈ പുസ്തകം ഉന്നയിക്കുന്ന 3 ചോദ്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇവയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചതായ ഇത്യാദി വിഷയങ്ങൾക്ക് വളരെ അതിൽ തന്നെ ശരി എന്ന് പറയുന്നതായ കാര്യങ്ങൾ, അതിൽ ചില വസ്തുക്കളുടെ തിരുത്തലുകൾ ഇവ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ങ്ങളാണ് ഈ ടോണി ജോസഫിന്റെ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകര സാമഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്ന് പിന്നെ ഈ 2 പ്രബന്ധങ്ങളും ഇന്റർനാഷണൽ ജേർണലുകളിൽ, പ്രത്യേകിച്ച് അമേരിക്ക ബേസ് ആയിട്ടുള്ള ജേർണലുകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒന്ന് ജനോമിക് ഫോർമേഷൻ ഓഫ് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ, 2018 പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധം. 92 ശാസ്ത്രജ്ഞന്മാർ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഇന്ത്യയിലെയും വിവിധ ജനിതക ശാസ്ത്ര കേന്ദ്രിതമായ സ്ഥാപനങ്ങളിലുള്ള 92 ശാസ്ത്രജ്ഞന്മാരുടെ സംയുക്ത സംരംഭമായിരുന്നു ദി ജനോമിക് ഫോർമേഷൻ ഓഫ് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന ഈ പ്രബന്ധം. ഡേവിഡ് റൈക്ക് എന്ന് പറയുന്ന പണ്ഡിതനാണ് അതിന് നേതൃത്വം കൊടുത്തത്. രണ്ടാമത്തേത് ജനറ്റിക് എവിഡൻസ് ഫോർ റീസെന്റ് പോപ്പുലേഷൻ മിക്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആൾക്കൂട്ട മിശ്രണത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ലഭിച്ച ജനിതക തെളിവുകൾ, 2013. പ്രിയ മുഡ്ജാനി, കുമാരസ്വാമി തങ്കരാജ്, ഡേവിഡ് റേക്ക് തുടങ്ങിയ 12ഓളം സയന്റിസ്റ്റുകളുടെ ഒരു പഠന റിപ്പോർട്ടാണിത്. ഇതുകൂടാതെയും അപ്രധാനമായിട്ടുള്ള കുറെ പഠന റിപ്പോർട്ടുകൾ ഇതിൽ ഉദ്ധരിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ പഠന റിപ്പോർട്ടുകൾ. ഇതിന് 2 മാസമാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇതിൽ പടത്തുവെച്ച് കൊണ്ടുവരുന്നത്. ഇതുകൂടാതെ ഒട്ടേറെ പുസ്തകങ്ങൾ ഈ രംഗത്ത് വന്നിട്ടുള്ള ചരിത്രത്തിലും ജെനറ്റിക്സിലും ഒക്കെ വന്നിട്ടുള്ള ഒട്ടേറെ പുസ്തകങ്ങളെ അവലംബമാക്കിക്കൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ായി ഏകദേശം 262 പേജുള്ള ഈ ഗ്രന്ഥത്തിന്റെ ചുരുക്കം മാത്രം പറയുക എന്നുള്ളത് മാത്രമേ ഇതിൽ കഴിയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ ഒരു പ്രമേയമാണെങ്കിലും ഒരു പത്രപ്രവർത്തകന്റെ ഭാഷയിൽ വളരെ സരസമായി അനായാസേന വായിക്കാവുന്ന ഗുണമുള്ള ഒരു പുസ്തകമാണ് ടോണി ജോസഫിന്റേത്. ഇതിൽ 1ാമത്തെ അധ്യായം ദി ഫസ്റ്റ് ഇന്ത്യൻസ്, 2ാമത്തേത് ദി ഫസ്റ്റ് ഫാർമേഴ്സ്, 3 ദി ഫസ്റ്റ് അർബനൈറ്റ്സ് ദ ഹാരപ്പൻസ്, 4 ദി ലാസ്റ്റ് മൈഗ്രൻസ് ദ ആര്യൻസ്. നമ്മൾ 4 അധ്യായങ്ങളെ ഇതിലുള്ളൂ. ഇതിൽ 1ാമത്തെ
ഇത് ആദിമ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഈ അധ്യായം ആണ് വളരെ കൗതുകകരവും പുതുമയുള്ളതുമായ ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്കൊക്കെ അറിയുന്ന പോലെ ജെനറ്റിക്സ് രംഗത്ത് അത്യാവശ്യം അറിവുള്ള ആളുകൾക്കറിയാം, 3 ലക്ഷം മുൻപാണ് ആഫ്രിക്കയിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഉണ്ടാവുന്നത്. ആധുനിക മനുഷ്യർ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ് 3 ലക്ഷം മുൻപ് ഉടലെടുത്തു എന്ന് പറയുന്നതായ ഹോമോസാപ്പിയൻസ് ആധുനിക മനുഷ്യർ പല കാരണങ്ങൾ, പ്രധാനമായും വംശവർദ്ധനവ്, കാലാവസ്ഥ, അങ്ങനെ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഇവയുടെയൊക്കെ ഫലമായി പുതിയ മേഖലകളിലേക്ക് കുടിയേറുകയാണ്. പുതിയ ഭക്ഷണം ശേഖരിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള പുതിയ സ്ഥലങ്ങൾ തേടി സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചാരം തുടങ്ങിയത് 3 ലക്ഷം മുൻപ് പിന്നെ ഉടലെടുത്തു എന്ന് പറയുന്നതായ ഈ ഹോമോസാപ്പിയൻസ് 70,000 വർഷം മുൻപ് അവരുടെ സഞ്ചാരം തുടങ്ങി എന്നാണ്. പുറം ലോകത്തേക്ക് സഞ്ചാരം തുടങ്ങി. അങ്ങനെ സഞ്ചാരം തുടങ്ങിയ ഈ ആഫ്രിക്കയിൽ നിന്നുള്ള ഹോമോസാപ്പിയൻസ്, ആ ഹോമോസാപ്പിയൻസിന്റെ പിന്മുറക്കാരാണ് ഇന്ന് ഇന്ത്യയടക്കം ലോകമാകമാനം വ്യാപിച്ചു കിടക്കുന്നതായ ജനത എന്നുള്ളതാണ് ജെനറ്റിക്സിന്റെ കണ്ടെത്തൽ. ഇന്നത്തെ ലോക മാനവിക കുലം എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ ഹോമോസാപ്പിയൻസിന്റെ DNA ഘടന പേറുന്നവരാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ആഫ്രിക്കയെ കുറിച്ച് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറഞ്ഞു പഠിച്ച ഒരു ഓർമ്മയുണ്ടല്ലോ. യൂറോപ്യന്മാർ കൊടുത്തതാണ്. ആ യൂറോപ്യന്മാരടക്കം അവരുടെ പൂർവികർ ആഫ്രിക്കയിലാണ് എന്ന് മനസ്സിലാക്കിയാണ് പുതിയ ജെനറ്റിക്സ് പഠനങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ചാൾസ് ഡാർവിൻ തന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയ സമയത്ത് പറയുകയുണ്ടായിട്ടുണ്ടല്ലോ, ജീവന്റെ ഉൽപ്പത്തി ആഫ്രിക്കയിലാണ് എന്നുള്ളത്. ഈ ഹോമോസാപ്പിയൻസിന്റെ വരവ്, ഇന്ത്യയിലേക്കുള്ള വരവ് 65,000 വർഷം മുൻപ് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിൽ. അതിന്റെ ആ ഒന്നാമത്തെ അധ്യായത്തിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്രോമസോമുകളുടെയും DNA ഘടനയുടെയും ഒക്കെ വളരെ സങ്കീർണമായ ഒട്ടേറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇതിന് ജെനറ്റിക്സിന്റെ കണ്ടെത്തലുകളൊക്കെ പറയുന്നുണ്ട്. ചുരുക്കം എത്രയേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ ഒരു ചെറിയ ഒരു റിവ്യൂലൊക്കെ പറയാവുന്ന കാര്യം എത്രയേ ഉള്ളൂ. 65,000 വർഷം മുൻപ് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഹോമോസാപ്പിയൻസ്, ഇന്ത്യയിൽ കുടിയേറിയിട്ടുള്ള ഹോമോസാപ്പിയൻസ്, അവരുടെ സഞ്ചാരം പല ഘട്ടങ്ങളിലായി പല ഭാഗങ്ങളിലേക്കായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കുടിയേറ്റം, 4 കുടിയേറ്റങ്ങളാണ് പറയുന്നത്. 4 അധ്യായങ്ങളിലായി 4 കുടിയേറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പുറമേ നിന്നുള്ള കുടിയേറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ കുടിയേറ്റം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ, വെസ്റ്റ് ഏഷ്യയിലെ സാഗ്രോസ്, ആ പ്രദേശത്തെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ സഞ്ചാരമാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഖനനം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് മെഹർഗഡിന്റെ വിവരങ്ങളും ജെനറ്റിക്സിൽ നിന്ന് കിട്ടിയ അറിവുകൾ, ഈ ഖനനം നടക്കുന്ന സമയത്ത് കിട്ടുന്ന അസ്ഥിപഞ്ജരങ്ങളുണ്ട്. ഈ അസ്ഥിപഞ്ജരങ്ങൾക്കുള്ളിൽ നിന്ന് പിന്നെ എടുക്കുന്ന വസ്തുവിൽ നിന്നാണ് ഈ DNA ഘടനയുടെ ഒക്കെ പരിശോധന വരുന്നത്. എന്റെ സങ്കീർണതയിലേക്ക് ഇതിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഈ ഡേവിഡ് ഡ്രേക്കാണ് ഈ പഠനം നടത്തിയത്. അങ്ങനെ പഠനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കുടിയേറ്റം എന്ന് പറയുന്നത് BC, ബിഫോർ കോമൺ എറ. നമ്മൾ പഴയ രീതിയിൽ പറഞ്ഞിരുന്ന BC 7000-നും BC 2000-നും ഇടയ്ക്കാണ്
ഈ സാഗ്രോസ്, പശ്ചിമേഷ്യയിലെ സാഗ്രോസ് പ്രദേശത്ത് നിന്ന് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ജനത ഇന്ത്യയിലേക്ക് വന്ന് അഫ്ഗാനിസ്ഥാൻ പഴയ പിന്നെ മാപ്പ് പ്രകാരമാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങൾ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, ഇത്രയും ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വളർന്ന് വികസിച്ച ഒരു ജനവിഭാഗമാണ് 7000 വർഷം മുൻപ് എന്ന് പറഞ്ഞ് ഇന്നത്തെ കണക്കനുസരിച്ച് 9000 വർഷം മുൻപ് ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ കുടിയേറ്റം എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ കുടിയേറ്റത്തിന് നിർണായകമായ പ്രാധാന്യം ലോകത്തെ ഏറ്റവും വലിയ നാഗരികതകളിൽ ഒന്ന് ഇന്ത്യയിൽ വളർന്നു വന്നത് ഈ രണ്ടാമത്തെ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ഹാരപ്പൻ സംസ്കൃതി അല്ലെങ്കിൽ സൈന്ധവ സംസ്കാരം എന്നൊക്കെ പറയുന്ന ആ സംസ്കാരത്തിന്റെ ഉടമകളായിട്ടുള്ള ജനത എന്ന് പറയുന്നത് രണ്ടാം കുടിയേറ്റ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ജനതയാണ്. അവരുടെ പ്രദേശം നമ്മൾ പറയുന്നത് പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ട്. ഇവർ ഈ ഹാരപ്പൻ സംസ്കൃതിയിലെ ഈ ജനത ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഇവിടെ വാസമുറപ്പിച്ച പല ഭാഗങ്ങളായിട്ട് ഉണ്ടായിരുന്ന ആഫ്രിക്കയിൽ നിന്ന് വന്നതായ ഫസ്റ്റ് ഇന്ത്യൻസ് അവരുമായിട്ടുള്ള മിശ്രണം സംഭവിക്കുന്നുണ്ട്. ഈ ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് ഈ 70,000 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ കുടിയേറ്റത്തിന്റെ പല പല മിശ്രണങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരുന്നത്. അവർ ഇവിടെ വന്ന് ഇവിടെ ഉണ്ടായിരുന്നവരും തമ്മിലുള്ള മിശ്രണം സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ജനതയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ വക്താക്കൾ. ഹാരപ്പൻ സംസ്കാരം പലപ്പോഴും ചർച്ച വരുന്നതിന് കാരണം അതെങ്ങനെ തകർന്നു എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. ഇപ്പോ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ ഹാരപ്പൻ സംസ്കാരം മുതൽ അവരുടെ ചരിത്രം ആരംഭിക്കുന്നു എന്ന രീതിയിലൊക്കെ ചില പുതിയ കണ്ടെത്തലുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഹാരപ്പയിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള നഗര സംസ്കാരത്തിലേക്ക് തങ്ങളുടെ വേരുകൾ അഴുത്താനുള്ള ശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നുള്ള ചരിത്രകാരന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹാരപ്പൻ സംസ്കാരത്തിന്റെ നാശം അത് യൂറോപ്യൻ ചരിത്രകാരന്മാർ ഉണ്ടാക്കിയ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രകാരന്മാരുണ്ടാക്കിയ ഒന്ന് അവിടെ സംഭവിച്ച ആര്യൻ അധിനിവേശമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആര്യൻ അധിനിവേശം ഉണ്ടായതിന്റെ ഫലമായി ഹാരപ്പൻ ജനത തകർന്നു. പക്ഷെ റൊമീല താപ്പറുടെയൊക്കെ പ്രാചീന ആദിമ ഇന്ത്യ ചരിത്രം ഒക്കെ വായിക്കുന്നവർക്കറിയാം, ചരിത്രം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് ആ ഹാരപ്പൻ സംസ്കാരം, വെള്ളപ്പൊക്കം, അങ്ങനെ പ്രകൃതി പ്രക്ഷുബ്ധതയാണ് നാശത്തിന് കാരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഡേവിഡ് റേക്കിന്റെയൊക്കെ പഠനത്തിന്റെ ഫലമായി ഹാരപ്പൻ സംസ്കാരം തകർന്നത് ഭീകരമായ ഒരു വരൾച്ചയുടെ ഫലമായിട്ടാണ് എന്നൊന്ന് കണ്ടെത്തിയിട്ട് അത് ഈ ജെനറ്റിക്സ് പഠനത്തിലൂടെ അവർക്ക് കിട്ടിയ തെളിവിലൂടെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു വലിയ വരൾച്ചയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്നുള്ളത്. ഈ വരൾച്ച മൂലം ഇത് നാശോന്മുഖമായി കൊണ്ടിരുന്ന സമയത്ത് ഹാരപ്പയിൽ നിന്നുള്ള ജനത പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ഹാരപ്പൻ ജനതയിലുള്ള ആളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അവര് ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ആ ഗംഗ യമുന തടങ്ങളിലേക്കും ഇപ്പുറം ഇന്ന് കേരളവും കർണാടകവും തമിഴ്നാടും ഒക്കെയുള്ള ഈ ദക്ഷിണദേശത്തേക്കും സഞ്ചരിച്ച് അതുപോലെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കൊക്കെ സഞ്ചരിച്ച് എത്തിയിട്ടുള്ളതായിട്ടാണ് കണക്ക്. അങ്ങനെ അവർ ഈ തീരദേശങ്ങളിലൂടെ തെരഞ്ഞെടുത്തതിന്റെ ഒരു കാരണം പറയുന്നത് ഇന്ത്യയിൽ അന്നും ഈ ഹോമോസാപ്പിയൻസിന് മുൻപുള്ളതായ മനുഷ്യർ ജീവിച്ചിരുന്നു. വളരെ പ്രാകൃതമായ വലിയ ഊർജ്ജസ്വലരായ ജനവിഭാഗം, ഹോമോ ഇറക്ടസ്, ഹോമോ ഹെയ്ദൽ ബെർഗനെസിസ്, ഹോമോ നിയാണ്ടർത്താൽനെസിസ് എന്നൊക്കെ പറയുന്ന
പേര് പറയാനൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ താല്പര്യം കൊണ്ട് വായിക്കുന്ന പുസ്തകങ്ങളാണല്ലോ ഇതൊക്കെ. ചരിത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് പഠിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ താല്പര്യം കൊണ്ട് വായിക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഈ ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്ന ഭാഷയുമായി, പ്രോട്ടോ ദ്രവീഡിയൻ ഭാഷയുമായി നമ്മുടെ കേരളത്തിലെയും ഈ ദ്രവീഡിയൻ പ്രദേശങ്ങളിലൊക്കെ ഭാഷയ്ക്കൊരു സാമ്യമുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ചില പേരുകളൊക്കെ ഇവിടെയും ഉപയോഗിക്കുന്നു. ചില ഇപ്പോൾ ഉമി, എണ്ണ പോലെയുള്ള ചില വാക്കുകൾ ദ്രവീഡിയൻ കാലം മുതൽ, നമ്മുടെ ഹാരപ്പൻ കാലം മുതൽ ഇവിടെ വന്നു ചേർന്ന വാക്കുകളിൽ പെട്ടതാണെന്നൊക്കെയുള്ള ചില രസകരമായ നിരീക്ഷണങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ മൂന്നാമത്തെ കുടിയേറ്റം. നമ്മുടെ ചരിത്ര പഠനങ്ങളിലൊക്കെ പലപ്പോഴും ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് ഈ ആദിവാസി ജനത. എന്നാൽ പുതിയ ജെനറ്റിക്സ് പഠനങ്ങൾ വരുന്നതോടുകൂടി ആദിവാസി ജനതയിലടക്കം ഈ ഫസ്റ്റ് ഇന്ത്യൻസിന്റെ, ആദിമ ഇന്ത്യക്കാരുടെ DNA ഉണ്ട്. അവരും ആദ്യകാലത്ത് മിശ്രണത്തിന് വിധേയരായ ജനവിഭാഗമാണ് എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് നാലാമത്തെ കുടിയേറ്റമാണ് വളരെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ച, പലപ്പോഴും ചർച്ചകൾക്ക് കേന്ദ്രമായി തീർന്നിട്ടുള്ളതായ ആര്യൻ കുടിയേറ്റം എന്ന് പറയുന്നു. ആര്യൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ജനത മധ്യേഷ്യയിൽ നിന്ന് ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ്. ഈ കുടിയേറ്റക്കാരാണ് ഋഗ്വേദം അതിന്റെ അധികാരികൾ. ഇവർ വരുന്ന സമയത്തിന്റെ സഞ്ചാരത്തിന്റെ വേളയിൽ തന്നെ, ഇവരുടെ സഞ്ചാരത്തിന്റെ വേളയിൽ തന്നെ, ആദ്യഘട്ടങ്ങളിൽ തന്നെ ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് അവർ സഞ്ചരിച്ചിരുന്നത്. ഇന്ത്യയിൽ എത്തിയതിനു ശേഷമാണ് ഋഗ്വേദം പൂർണ്ണമായും കമ്പോസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ പൊതുവെ ചരിത്രത്തിനും അറിയാവുന്നൊരു കാര്യമാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജെനറ്റിക്സിന്റെ പഠനം വന്നിട്ടുള്ളത്. ഋഗ്വേദം, അതിനുശേഷം വന്ന 3 വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യങ്ങൾ തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ അവകാശപ്പെടുന്ന വൈദിക സംസ്കാരത്തിന്റെ കേന്ദ്രമായി മാറിയത് ഈ മധ്യേഷ്യയിൽ നിന്ന് വന്നു ചേർന്ന 2000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു ജനവിഭാഗമാണ്. ഇത് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആര്യ ജനതയുടെ കുടിയേറ്റം അത് പല തരത്തിലുള്ള പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഒന്ന് അധിനിവേശം അല്ല, കുടിയേറ്റം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രണ്ടാമത്തേത്, ആര്യന്മാർ ശുദ്ധിയുള്ളവരാണ്, പരിശുദ്ധമായ ഒരു വംശം. അതിനെ പിന്തുടർന്നാണല്ലോ ഹിറ്റ്ലറുടെ ആര്യവംശ സിദ്ധാന്തം ഒക്കെ അയാൾ രൂപപ്പെടുത്തിയെടുത്തത്. പക്ഷെ ഈ ജനതയും അങ്ങനെ ശുദ്ധിയുള്ളവരല്ല. അവർ കടന്നു വന്ന വഴികളിലൊക്കെയുള്ള ആ പ്രദേശങ്ങളിലുള്ള തദ്ദേശീയരുമായി ഇണങ്ങി മിശ്രണം നടന്നതിൻ്റെതായ നിരവധി തെളിവുകൾ ഇന്ന് ചരിത്രകാരന്മാർ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ഉള്ള ജനത, ദാസന്മാർ അല്ലെങ്കിൽ ദസ്യുക്കൾ എന്ന് പറയുന്നവരുമായിട്ടുള്ള സംഘർഷങ്ങളും അവരുടെ ഇണങ്ങിച്ചേരലുകളൊക്കെ പലപ്പോഴും ചരിത്രകാരന്മാർ തന്നെ DD കൊസംബിയെ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ജനിതകപരമായ തെളിവുകൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ? ആര്യന്മാരെന്ന് പറയുന്നവരും മിശ്രണം സംഭവിച്ചിട്ടുള്ള ജനത തന്നെയാണ്. പക്ഷേ ഈ മിശ്രണം, അതാണ് ഈ പഠനത്തിന്റെ എനിക്ക് പ്രത്യേകതയുള്ളതായി തോന്നിയ ഒരു കാര്യം, ഒരു പുതിയ അറിവ് എന്ന് പറയുന്നത്, ഈ മിശ്രണം 1900 വർഷങ്ങൾക്ക് മുൻപ് വെച്ച്
ഈ മിശ്രണത്തിൽ നിന്ന് ഇവർ വിട്ടുപോവുകയാണ്. ആ വിട്ടുപോകൽ യഥാർത്ഥത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അതുവരെ എല്ലാ ജനവിഭാഗങ്ങളുമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഗോത്രങ്ങളും കുലങ്ങളും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടത്തിൽ, ആദ്യ ശതകത്തിൽ വളരെ പെട്ടെന്ന്, അത് ഈ ജനിതകശാസ്ത്ര പഠനം നടത്തിയവരൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, പെട്ടെന്ന് ഈ മിശ്രണം ഇല്ലാതാവുകയാണ്, സങ്കര ജനത ഇല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് ആര്യന്മാരുടെ കുടിയേറ്റത്തെ അവസാനത്തെ കുടിയേറ്റം എന്നീ പുസ്തകം വിശേഷിപ്പിക്കുന്നത്. പിന്നീട് ഈ ഹൂണന്മാരും ശാക്യന്മാരും ആധുനിക കാലത്ത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇന്ത്യയിലെ ജനിത ഘടനയെ കാര്യമായിട്ട് മാറ്റിമറിക്കാനായിട്ട് സാധിച്ചില്ല. ഏകദേശം ഈ ആര്യന്മാരെ വരവോടുകൂടി രൂപപ്പെട്ട ഒരു ജനിത ഘടന അവിടെ നിൽക്കുകയാണ്. പക്ഷെ അവരുടെ പിന്മുറക്കാരാണ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പരിശോധിച്ചാലും ഈ ജനതയുടെ മിശ്രണം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഒന്ന്, ഇന്ത്യയിലെ ജനത, ഇന്നുള്ള ജനത എന്ന് പറയുന്നത് കുടിയേറ്റക്കാരുടെ പിന്മുറക്കാരാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ജനത മിശ്രണം, സങ്കര ജാതിയാണ്. ഈ രണ്ട് കാര്യങ്ങളും തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. വളരെ കൃത്രിമമായി ഈ മാനുഷികമായ ചോദനകളെ, ജൈവികമായ ചോദനകളെയൊക്കെ നിരോധിക്കുന്ന രീതിയിൽ നിർബന്ധിതമായ ഒരു വിവാഹബന്ധ നിരോധനം സംഭവിക്കുന്നത്, പിന്നെ അതിന്റെ ചരിത്രം പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഗംഗയുടെയും യമുനയുടെയും ഇടയിലുണ്ടായിരുന്ന ആര്യാവർത്തം, ആ ഭാഗം പിന്നീട് വികസിച്ച് ഹിമാലയ പർവ്വതത്തിന്റെയും ഇന്ത്യ പർവ്വതത്തിന്റെയും രണ്ട് സമുദ്രങ്ങളുടെയും ഇടയിലുള്ള ഒരു പ്രദേശത്തേക്ക് വ്യാപിക്കുന്നുണ്ട് ആര്യാവർത്തം. അങ്ങനെ വ്യാപിക്കുന്ന ഇന്ത്യ പർവ്വതത്തിന്റെയും ഹിമാലയ പർവ്വതത്തിന്റെയും ഇടയിലും രണ്ട് സമുദ്രങ്ങളുടെയും ഇടയിലുള്ള ഭാഗമായിട്ട് ആര്യാവർത്തം മാറുന്നതായ കഥ നമുക്ക് മനുസ്മൃതി വായിച്ചാലിട്ട് മനസ്സിലാവും. കാരണം മനുസ്മൃതിയിൽ ആര്യാവർത്തത്തെ നിർവചിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ക്രിസ്തുവിന് 185 വർഷം മുൻപ് എഴുതപ്പെട്ടത് എന്ന് പറയുന്ന പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിൽ ആര്യാവർത്തം എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗംഗയുടെയും യമുനയുടെയും ഇടയിലുള്ള പ്രദേശമാണ്. ഈ ഒരു വ്യാപനത്തിന് നിമിത്തമായി തീർന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആര്യാവർത്തത്തിന് കിഴക്കുഭാഗത്തായി ഈ ആര്യന്മാർ മ്ലേച്ഛന്മാരാണ് എന്ന് വിളിച്ചിരുന്ന ഒരു വിഭാഗം ഇതിന് കിഴക്കുഭാഗത്തായിട്ട് വളർന്നു വരികയായിരുന്നു. ഇന്നത്തെ ബീഹാറും ബംഗാളും മഹാരാഷ്ട്രയും കൊങ്കണിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രദേശം, അത് അവരെ സംബന്ധിച്ച് മ്ലേച്ഛന്മാരുടെ പ്രദേശമായിരുന്നു. ആ പ്രദേശത്താണ് മഗധ കേന്ദ്രമാക്കി മൗര്യ സാമ്രാജ്യം വളർന്നു വന്നത്. മഗധയ്ക്ക് അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർക്ക് ബുദ്ധമതവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ബുദ്ധമതത്തിന്റെ അനുയായികളായിരുന്ന അവർ. അതിന്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ട ഒരു കാര്യം മാത്രം പറയാം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ യഥാർത്ഥ അവകാശികൾ ഈ മൗര്യ സാമ്രാജ്യത്തിലെ ജനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബുദ്ധൻ, പരയാല് ഹാരപ്പൻ കാലത്ത് വന്ന ഒന്നാണ്. അതുപോലെ ആന, മാൻ, ധ്യാനനിരതരായിരിക്കുന്ന മനുഷ്യർ, ഇതൊക്കെ ബുദ്ധമതത്തിന്റെ സിംബൽസ് ആയിട്ട് നമ്മൾ കാണുന്ന ഇതൊക്കെ ഹാരപ്പൻ കാലഘട്ടത്തിൽ നിന്ന് കടന്നു വന്ന ഒന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ രണ്ട് പ്രദേശങ്ങളിലുണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യം വളർന്നു വന്നതോടെ ബുദ്ധന്റെ പിന്നെ ആശയങ്ങളുടെ മേധാവിത്വം ഈ ബ്രാഹ്മണർക്കിടയിൽ അക്കാലഘട്ടത്തിൽ വളർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ഈ ഇടയന്മാരായിട്ട് കടന്നു വന്ന ആളുകൾ
അവരുടെ സ്വഭാവത്തിൽ ഒരു യാഥാസ്ഥിതികത ഉണ്ടായിരുന്നു. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ബ്രാഹ്മണ സമൂഹമായ ആര്യ സമൂഹമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഈ ബ്രാഹ്മണന്റെ പരിശുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. സ്വാഭാവികമായും അവിടെ തന്നെ ചില വേർതിരിവുകൾ, ഈ കുലങ്ങളും ഗോത്രങ്ങളും ഒക്കെ പരിവർത്തിച്ച് ജാതിയിലേക്ക് കടന്നു വരിക, അതുപോലെ ഋഗ്വേദത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്ന പുരുഷ സൂക്തം, ചാതുർവർണ്ണത്തെ സാധൂകരിക്കുന്ന പുരുഷ സൂക്തം, ഇതൊക്കെ അവർക്കിടയിൽ വളർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി വിഭജനം, അത് ചാതുർവർണ്ണയുമായിട്ടും പിന്നീട് ജാതി വിവേചനവുമായിട്ടും വളർന്നു വന്ന ആ സംഭവത്തിന്റെ ബീജം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ബുദ്ധന്റെ ആശയം പഠനത്തോടുകൂടി ഈ ബ്രാഹ്മണ തത്വചിന്തകന്മാർക്ക് കൂടുതൽ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ച സ്വാഭാവികമായി അവസാനത്തെ മൗര്യ ചക്രവർത്തിയെ വധിച്ച് അധികാരത്തിൽ വന്ന പുഷ്യമിത്രൻ, പുഷ്യമിത്രൻ എന്ന ശുംഗ രാജവംശത്തിന്റെ സ്ഥാപകൻ ബ്രാഹ്മണാധിപത്യത്തിന് അവരുടെ ഉപദേശങ്ങൾക്ക്, അവരുടെ ആശയങ്ങൾക്ക് വലിയ പ്രചാരണം കൊടുത്തു. ആ പ്രചാരണത്തിന്റെ കാലത്താണ് മനുസ്മൃതിയുടെ രചനയും മനുസ്മൃതിയുടെ വ്യാപകമായ അംഗീകാരവും സംഭവിക്കുന്നത്. മനുസ്മൃതി വായിച്ചു നോക്കുന്ന ആളുകൾക്ക്, മനുസ്മൃതി അടക്കം അതിനുശേഷം വന്നിട്ടുള്ളതായ അതിന്റെ തന്നെ പാഠഭേദങ്ങളായ സ്മൃതികളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സ്വജാതിയിൽ നിന്നുള്ള വിവാഹം നിർബന്ധമാക്കുന്നത് മനുസ്മൃതിയാണ്. ആ ഒരു കാലഘട്ടമാണെന്ന് അർത്ഥം. അപ്പൊ മനുസ്മൃതിയുടെ കാലഘട്ടവും നേരെ ജെനറ്റിക്സിൽ അവർ കണ്ടെത്തിയ ഒരു കാലഘട്ടവും ഒരുമിച്ച് കിടക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടം, അത് AD 100 എന്ന് പറയുന്ന ഒരു കണക്ക്. പെട്ടെന്ന് ഇത് വളരെ കർശനമായിട്ട് നടപ്പാക്കുകയാണ്. ആ കർശനമായിട്ട് നടപ്പാക്കുന്നതോട് കൂടിയിട്ട് സ്വഗോത്ര വിവാഹന, സ്വജാതി വിവാഹം എന്ന് പറയുന്നത് ചിട്ടയാവുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജാതിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ സ്വജാതി വിവാഹത്തിലാണ്. ഇപ്പൊ തൊഴില്, പിന്നെ പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നതൊക്കെ ആളുകൾ വിട്ടുകഴിഞ്ഞു. തൊഴിലിനെ അടിസ്ഥാനമാക്കി ജാതി എന്ന് പറയുന്ന ഇന്ന് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ മാറ്റാൻ കഴിയാത്തതായിട്ട് ഇന്നും ഇന്ത്യക്കാരുടെ ബോധമനസ്സിൽ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ സ്വജാതി വിവാഹം. ഇതിനെ മറികടക്കാതെ ഈ ജാതി സമ്പ്രദായത്തെ മറികടക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് ഏറ്റവും പുതിയ ഒരു ജെനറ്റിക്സ് പഠനം ഇപ്പോ പുറത്തു വന്നിട്ടുള്ള ഒന്ന്, ഈ സ്വജാതി വിവാഹം, രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹം ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചും ജനിതക സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളിലേക്ക് ഇന്ത്യൻ ജനത പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുമുള്ളതായ പഠനം ഇപ്പോൾ ഏകദേശം 2000 വർഷമാകാറായല്ലോ ഈ പിന്നെ മിശ്രണം നിലച്ചിട്ട്. അപ്പോൾ പുതിയ ചില പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏതായാലും വളരെ സ്ഫോടനാത്മകമായ കുറെ അറിവുകൾ നമുക്ക് നൽകുന്ന ഒരു പുസ്തകമാണ് ഏർലി ഇന്ത്യൻസ്. ഇത് എല്ലാവരും വായിക്കേണ്ട. ഇപ്പൊ ഇത് മലയാളത്തിലും ഈ പുസ്തകം വന്നിട്ടുണ്ട്. ഇപ്പോ അടുത്ത് മലയാളത്തില് മാതൃഭൂമി ബുക്സ് ഇത് ഇറക്കിയിട്ടുണ്ട്. കാരണം ഈ ചരിത്രം അറിയുക എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവന്റെ ഭൂതം അറിയുക, ചരിത്രം അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കുന്നതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെ ഇന്നുള്ള ഹിന്ദുത്വ ശക്തികൾ പുതിയ ചില നിരീക്ഷണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് അതിന് വ്യാപകമായ പ്രചാരണം കിട്ടുന്നുണ്ടല്ലോ. ആര്യന്മാർ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവരാണ്. സംസ്കൃത ഭാഷയിൽ ലോകത്തിന്റെ ഭാഗത്തേക്ക് പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ച് പിന്നെ അവിടെയൊക്കെ ഭാഷകൾ ഉണ്ടായി എന്ന് പറയുന്ന രീതിയിൽ സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഒരു വസന്ത ഷിൻഡെ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന സയന്റിസ്റ്റ് ഉണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രകാരന്മാരുണ്ട്. ഒരു ഹിന്ദുത്വ ചരിത്ര സംഘം എന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇന്ത്യയെ വിഭജിക്കുക എന്നുള്ളതാണ്. അപരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ചില വിദേശികൾ ഇന്ത്യയിലുണ്ട്. ആ വിദേശികളെ, വിദേശ ആശയങ്ങളെ പുറത്താക്കണം എന്ന് പറയുന്നൊരു സിദ്ധാന്തത്തിന് വേണ്ടിയാണ് അവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പുസ്തകത്തിന് തന്നെ ഏർലി ഇന്ത്യൻസിന്റെ തന്നെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒന്ന്,
അദ്ദേഹം പറയുന്നുണ്ട്, then chose to stay. All have mingled and contributed to this civilization we call Indian. We are all Indians and we are all migrants. ഇതാണ് സത്യം. അപ്പൊ നമ്മളെല്ലാം ഒന്നാണ്, ഒരു വേർതിരിവുമില്ല. ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറയേണ്ടതായിട്ടുണ്ടല്ലോ, മനുഷ്യർ തമ്മിൽ സ്ഥിതിഭേദമല്ലാതെ യാതൊരു തരത്തിലുള്ള ഭേദവുമില്ല എന്ന് പറഞ്ഞതുപോലെ മനുഷ്യർ തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്ന് ഈ DNA ശാസ്ത്രം നമുക്ക് തരുന്ന, ജനിതക ശാസ്ത്രം നമുക്ക് തരുന്ന അറിവുകളാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.